നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറയാം, സമയാവട്ടെ. പറ സമറേ. സമറേ, നീ പേടിക്കാതെ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. നമുക്ക് വേണ്ടത് ദൈവം വേണ്ട സമയത്ത് തരും. നീ ഫോൺ വെക്ക്. മേരി പ്യാരി ജിന്ദഗി. ഇതാണ് ഉടയൻ നമ്പരാൻ ഒടുക്കത്തെ ചില വഴികൾ തരുമെന്ന് പറയുന്നത്. എൻട്രിക്ക് സമയമായി. ഹലോ, ശരത്തേട്ടനോ? എന്താ ഇവിടെ? ഞാൻ ATM-ൽ കയറിയതായിരുന്നു. തിരിച്ചു വന്നപ്പോ ടയറിൽ കാറ്റില്ല. ഓ, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഒരു മെക്കാനിക്കിനെ വിളിച്ച് ടയർ കാറ്റടച്ച പോരെ? എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് അച്ഛനോട് പറയാനിരിക്കുവായിരുന്നു. സിമ്പിൾ മാറ്ററിനൊക്കെ ഇത്ര ടെൻഷൻ ആവല്ലേ. ഇതിപ്പോ ഞാൻ റെഡിയാക്കി തരാം. ദേ പോയി ദാ വന്നു. ടയർ നിറയെ കാറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ ആകെ ടെൻഷൻ ആവുമായിരുന്നു. നല്ല മഴയും വരുന്നു, ടയറും പഞ്ചറായി. അപ്പോഴാ ദൈവദൂതനെ പോലെ ശരത്തേട്ടൻ വന്നത്. ഞാൻ എപ്പോഴും എല്ലാവർക്കും ഒരു ദൈവദൂതനാ. സമറേ, പഞ്ചർ ഒട്ടിക്കുന്ന ആരെങ്കിലും ഒന്ന് വിടുവോ? ഞാൻ മഴയത്ത് നിൽക്കുവാ. മൊബൈൽ പഞ്ചർ വർക്കാറില്ലേ അവര്. ലൊക്കേഷൻ അയക്കാം, വാ. വേഗം വിടണേ, വേഗം വിടണേ. ശരി, ഇപ്പൊ വരും. എവിടെ പോയതാ? എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. എനിക്ക് സിന്ദഗിയുടെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര ചാമിങ് ആണ്. എന്നെ പുകഴ്ത്തുന്നത് നിത്യ കേട്ടാലുണ്ടല്ലോ. ശരത്തേട്ടന്റെ കാര്യത്തിൽ അവൾ അത്ര പൊസസീവാ. അയ്യോ, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. നിത്യ എന്റെ ചങ്കിടുപ്പല്ലേ. സിന്ദഗിയെ ഞാനൊന്ന് അഭിനന്ദിച്ചെന്നേ ഉള്ളൂ. പഞ്ചർ ഒട്ടിക്കാനായിട്ട് ഇത് തന്നെ വണ്ടി? ഇത് തന്നെ ഈ വണ്ടി തന്നെ. പെട്ടെന്ന് സെറ്റ് ആക്കുമല്ലോ. സെറ്റ് ആക്കുമല്ലോ.
പുതിയ ടയറാ, പഞ്ചറാവേണ്ട ഒരു ആവശ്യമില്ല. ചേട്ടാ, ഇതിന് കുറച്ച് സമയം എടുക്കില്ലേ? സമയം എടുക്കും. അതെ, അതവര് പണിഞ്ഞോളൂ. നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് വന്നാലോ? എന്നാ വാ. വാ. ദാ, ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും വണ്ടി ശരിയാവും. താങ്ക്സ്. ആ, മഴക്കോള് മാറിയെന്ന് തോന്നുന്നു. ഇനിയും സഹായമൊന്നും വേണ്ടല്ലോ. വേണ്ട, ഈ സഹായത്തിന് ഒരുപാട് നന്ദി. ഇതൊക്കെ എന്ത്? ശരത്തേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഓട്ടോ പിടിച്ച് പോയേണ്ടി വന്നേനെ. ഓ, പക്ഷേ ഈ വണ്ടി റോഡിൽ വെച്ചിട്ട് പോയാ എനിക്ക് ഉറക്കം വരത്തില്ല. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഈ വണ്ടിയെ. ഇനിയിപ്പോ നേരെ വണ്ടി കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് ഓർന്ന് ഉറങ്ങാമല്ലോ. മോനെ, ചൂണ്ടയിൽ അടുത്ത സ്വർണ്ണമീൻ എത്തി. അന്ന് വെയിറ്റ് ചെയ്യേ. അങ്ങനെ ചതിയിലൂടെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണന്റെ രഥത്തിന്റെ ചക്രം യുദ്ധഭൂമിയിൽ പുതഞ്ഞു. അയ്യോ, എന്നിട്ടെന്താ, പാവം കർണൻ അമ്പേറ്റ് വീണു. ഈ അടുത്ത കഥ കുരുവ് കണ്ണ് കുത്തി പൊട്ടിച്ച കാട്ടാനേന്റെ കഥ മതി. എന്റെ കുട്ടൂസെ, അതൊരു 1000 തവണ പറഞ്ഞതല്ലേ. എന്നാലും കേൾക്കാൻ നല്ല രസമാ. ഏയ്, അത് പിന്നെ പറയാം. എപ്പോഴും ഈ ടിവിയും ടാബും മൊബൈലുമായിട്ടിരിക്കാതെ നല്ല നല്ല കഥാപുസ്തകങ്ങളും വായിക്കണം. അച്ഛൻ ഇനിയും ബുക്സ് വാങ്ങിത്തരാം. തലച്ചോറിന് കൊടുക്കുന്ന ഭക്ഷണമാണ് അക്ഷരങ്ങളെന്ന. തലച്ചോറിന് കൊടുക്കുന്ന വെള്ളമാണ് കള്ള്. അതുകൊണ്ടാണല്ലോ കള്ളുവണ്ടി ശങ്കരൻ അപാര ബുദ്ധിമാനായ ഇടംവലം പൊളഞ്ഞങ്ങ് നടക്കുന്നത്. അപ്പോ പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ. വായിക്കാം. എന്നാലും കഥ കേൾക്കുന്നേ രസം. ദേവിയാണ്ടി വന്നോണ്ടിരുന്നപ്പോ എനിക്ക് എന്നും ഒരു കഥ വീതം പറഞ്ഞു തരുമായിരുന്നു. ഓ, അവക്ക് പിന്നെ കഥകൾക്ക് പഞ്ഞയില്ലല്ലോ. കഥകൾ ഇങ്ങനെ കാണ്ടം കാണ്ടായിട്ട് നീണ്ടു കിടക്കുകയല്ലേ. അച്ഛൻ പോയിട്ട് വരുമ്പോ ശ്രുതിമോൾക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഹായ്, എന്ത് സമ്മാനങ്ങളാ? അത് കൊണ്ടുവരുമ്പോ കണ്ടാ മതി. അച്ഛൻ കാട്ടിലേക്കാണോ പോകുന്നത്? കാട്ടിലേക്കല്ല, പക്ഷെ പോകുന്നിടത്ത് കാടുണ്ട്. ആന കാണത്തില്ലേ കാട്ടിൽ? പിന്നെ എനിക്കൊരു ആന പോലെ കാണായിരുന്നു. ആ, ബെസ്റ്റ്. കാട്ടാനയുടെ വാല് തന്നെ വേണമല്ലേ? കാട്ടാനയുടെ മുമ്പിലേക്ക് ചെന്ന് നിന്ന് ചോദിച്ചാൽ മാത്രം മതി, ഹലോ മിസ്റ്റർ കാട്ടാനെ, ഒരു വാല് തരുമോന്ന്. ആന അപ്പ തന്നെ ഒരു കത്രിക എടുത്ത് കയ്യിൽ തന്നിട്ട് പറയും, ശ്രുതിമോൾക്ക് വേണ്ടിയല്ലേ, വാല് മുറിച്ച് കൊണ്ടുപോയിക്കോളാൻ. കളിയാക്കാതെ, ഞാൻ പിണങ്ങി. എന്റെ മണ്ടി, കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് നിന്നാ അത് ചവിട്ടിക്കൊല്ലത്തില്ലേ? അയ്യോ, എന്നാ വേണ്ട. കാട്ടീന്ന് വല്ല ആദിവാസി പെണ്ണുങ്ങളെയും കൊണ്ടുവരാതിരുന്നാ മതിയായിരുന്നു. ഓഹ്, ഈ മുറ്റത്ത് ആ ഒരു കലാരൂപം കൂടെ ഇനി അരങ്ങേറാനുള്ളൂ. ഹൊയ്യാരോ ഹൊയ്, ഹൊയ്യാര ഹൈ, ഹയ്യാര ഹൈ, ഹയ്യ.